പോലീസുകാർ പബ്ലിക്കിന് ഇഷ്ടമുള്ളതാണോ? അല്ല. അതേപോലെ തന്നെ ടി ടി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബർത്ത് കൊടുത്തുകൊണ്ടിരുന്ന പ്രശ്നമില്ല. ബർത്ത് ഇല്ല പറഞ്ഞാലും പ്രശ്നം. ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ മാക്സിമം കൊടുക്കുന്നത് 3 months അല്ലെങ്കിൽ 5 months. ഒരു ടിക്കറ്റില്ലാതെ യാത്ര 3 മാസം ഇറക്കണം. അതാണ് കൊടുക്കേണ്ടത്. എത്ര 12 മണി 1 മണിക്കൊക്കെ ഫോൺ കോൾ വരുമായിരുന്നു. ആ സമയത്ത് നമ്മൾ അത് ആക്ട് ചെയ്യണം. വേറെ നിവൃത്തിയില്ല. നമുക്ക് ഉറങ്ങാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. വളരെ കുറച്ച് സമയമായിട്ട് ഈ ടി ടി ഒരു വില്ലനാണ്. ചിലപ്പോ യാത്രക്കാരുമായിട്ട് അടി ഉണ്ടാക്കുന്നു. അതിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കില്ല. എല്ലാവരും നിങ്ങളുടെ ഹിസ്റ്ററി എടുത്തിട്ട് നിങ്ങളുടെ സർവീസിൽ എങ്ങനെ ഉണ്ടായിരുന്നു, കറക്റ്റർ ആണെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് അത് ജെന്യൂൻ ആണെങ്കിൽ അതൊരു സ്ക്രൂട്ടിനൈറ്റ് ചെയ്ത ശേഷം അതൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഹൈക്കോടതിക്ക് അയക്കും. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് ടി ടിയോടൊപ്പം ട്രെയിനിൽ യാത്ര തുടരുകയാണ്. അനുഭവങ്ങളിലൂടെ, ജോലി തിരക്കുകളിലൂടെ. സ്വാഗതം. എന്തായിരുന്നു ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ? 10ാം ക്ലാസ് ആയിരുന്നു. 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബികോമിന് ചേരാൻ സമയത്താണ് എനിക്ക് ഇതിൽ കിട്ടിയത്. 17-19 വയസ്സ് കറക്റ്റായി. അതിലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തത്. ഇത് ഫസ്റ്റ് എനിക്ക് അന്ന് ടിക്കറ്റ് കളക്ടർ എന്നുള്ള പോസ്റ്റിംഗ് ആണ്, TC എന്നുള്ള പോസ്റ്റാണ്. ഇന്ന് അത് ടിക്കറ്റ് എക്സാമിനർ ആക്കി, TE ആക്കി. TE എന്നാണ് ഡെസിഗ്നേഷൻ. പണ്ട് TC ആയിരുന്നു. TC കഴിഞ്ഞാൽ TTE ആണ്, ട്രാവൽ ആൻഡ് ടിക്കറ്റ് എക്സാമിനർ. അതിന്റെ TTE ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ ആണ്. അതെ, എനിക്ക് വ്യക്തിപരമായി ഞാൻ കരുതിയത് ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ, ട്രാവൽ ആൻഡ് ടിക്കറ്റ് എക്സാമിനർ. അതാണ് TTE. അത് എൻ്റെ അടുത്ത പോസ്റ്റാണ് TTI, ട്രാവൽ ആൻഡ് ടിക്കറ്റ് ഇൻസ്പെക്ടർ. അതിൻ്റെ അടുത്ത പോസ്റ്റ് ഞാൻ ഉള്ള സമയത്ത് ഡെപ്യൂട്ടി CTI ഉണ്ട്, ഡെപ്യൂട്ടി ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് 2016 പേ കമ്മീഷൻ വന്നപ്പോൾ അത് ഈ TTIയും ഡെപ്യൂട്ടി CTIയും കൂടി മെർജ് ചെയ്തു. സെയിം പേയിലായിരുന്നു? അല്ലല്ല, രണ്ട് പേ ആയിരുന്നു, 2 ബേസിക് പേ ആയിരുന്നു. പക്ഷെ രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് ഒരു TTI മാത്രമാക്കി. സ്കെയിൽ വ്യത്യാസമില്ല, ഒറ്റ സ്കെയിലാക്കി. TTI ആയിട്ട് മാത്രമാക്കി മാറ്റി. ഇന്ന് CTI ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റായി. അതിൽ ഇപ്പോൾ ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടറിന് 2 ലെവൽ 7 ആൻഡ് ലെവൽ 8 ആയി. ഞാൻ റിട്ടയർ ചെയ്ത് പാലക്കാട് ഡിവിഷൻ ഇൻചാർജ് ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. പാലക്കാട് ഹോൾ ഡിവിഷൻ 466 പേരുണ്ടായിരുന്നു. 466 പേരുടെ ഇൻചാർജ് ഞാനായിരുന്നു. CTI ആയിട്ട് പാലക്കാട് ഡിവിഷന്റെ ഇൻചാർജ് ആയിരുന്നു ഞാൻ. വൈഡ് റെസ്പോൺസിബിലിറ്റി. എവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് CTI എന്നാ പറയുക. ഹെഡ്ക്വാർട്ടേഴ്സ് CTI പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹെഡ്ക്വാർട്ടേഴ്സ് അതെ, ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഓഫീസ്. നമ്മുടെ ഓഫീസ് നമ്മൾ അവിടെ നിന്നാണ് റൂൾ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ഓഫീസേഴ്സ് ഡയറക്റ്റ് ഞങ്ങളായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. ഇവിടെ മാംഗ്ലൂർ ഒരു സംഭവം ഉണ്ടായാലും ഫസ്റ്റ് വിളിക്കുന്നത് ഏത് 12 മണിയായാലും കമേഴ്ഷ്യൽ മാനേജർ വിളിക്കുന്നത് നമ്മളാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അത് അപ്പം തന്നെ പറയും ഇതെന്തെങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഈ എൻക്വയർ ആൻഡ് ഗീവ് മി ദ റിപ്പോർട്ട് ബിഫോർ 6 o'clock പറഞ്ഞു പോകും. നമ്മൾ അപ്പോഴേക്കപ്പോഴും രാത്രി വിളിച്ച് എന്താ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ടാക്കി ഡീറ്റെയിൽ റിപ്പോർട്ട് പിന്നെ തരുള്ളൂ. നമ്മൾ ആ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഇവർ കൊടുക്കണം. ഇവർ രാവിലെ ഈ കമേഴ്ഷ്യൽ മാനേജർ CCMന് ഹയർക്ക് കൊടുക്കണേ. അപ്പൊ എന്താ ഉണ്ടായെന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ബ്രീഫായിട്ട് നമ്മളൊന്ന് ഇതുണ്ടാക്കി കൊടുക്കും. അതെ, അവർ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ സംഭവം ഉണ്ടായി. ഇതിപ്പോ വന്ദേ ഭാരതിന് ചെയിൻ ബുള്ളിങ് ആയി, വണ്ടി ഇത്ര മിനിറ്റ് ഡിറ്റൻഷനായി. ഇതാണ് ചെയിൻ ബുള്ളിങ് ഒക്കെ. TT സ്ലീപ്പർ ക്ലാസ്സിലാണെങ്കിൽ TT ഹാവ് ടു ആൻസർ. അത് സാന്നിധ്യം ഉണ്ടല്ലോ. സാന്നിധ്യം. അവരൊരു കോച്ചിൽ ചെയിൻ പുള്ളി ചെയ്ത് വണ്ടി നിന്ന് കഴിഞ്ഞാൽ ആദ്യം വിളിച്ചിരിക്കണ ആ കോച്ച് മാൻ ചെയ്ത TT ആണ്. എന്താ വാട്ട് ഹാപ്പൻ, നിങ്ങൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ തരൂ. എന്തുകൊണ്ട് വണ്ടി നിന്ന്, എന്താ കാര്യം. അത് അപ്പം തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കി സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി അത് നമുക്ക് കമേഴ്ഷ്യൽ കൺട്രോളിലേക്ക് വിളിച്ച് പറയാം. നമ്മുടെ ഈ ലൈഫിൽ ഏറ്റവും ഓർത്തു വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഏറ്റവും നല്ലതോ മോശമായ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ കൂടുതലുണ്ടായില്ല. കാരണം ഞാൻ കൂടുതലും 2010 ഞാൻ കോടതിയിൽ ഡെപ്യൂട്ടേഷനിൽ പോയി. റെയിൽവേ കോടതിയിൽ പ്രോസിക്യൂഷൻ ഇൻസ്പെക്ടറായിട്ട് ഞാൻ ഡെപ്യൂട്ടേഷനിൽ പോയി. അതെ, ലീഗൽ. പിന്നെ കോടതിയുടെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഈ 4 വർഷം 2014 വരെ ഞാൻ ഷൊർണൂർ ബേസ് ആയിട്ട് കോടതി ഉണ്ടായിരുന്നു. ആ ഷൊർണൂർ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം നോർത്ത് മുൾക്ക്, പാലക്കാട്
നിലമ്പൂർ, ഗുരുവായൂർ, ഇതെല്ലാം ഈ നിലമ്പൂർ കോടതിയിലാണ് വരിക. എല്ലാം 20 ക്യാമ്പ് സിറ്റിംഗ് ഉണ്ടാവും. ഓക്കെ. അത് ഒരു ദിവസം ഷൊർണൂർ, എല്ലാ സാറ്റർഡേയും വെനസ്ഡേയും ഷൊർണൂരായിരിക്കും കോടതി. ബാക്കിയുള്ള ദിവസങ്ങൾ ഓരോ ദിവസം ഓരോ തൃശ്ശൂർ, അങ്കമാലി, ആലുവ, എറണാകുളം നോർത്ത്, ഗുരുവായൂർ, ചാലക്കുടി, പാലക്കാട്, നിലമ്പൂർ, കുറ്റിപ്പുറം, തിരൂര് ഒക്കെ സിറ്റിംഗ് വെക്കും. സിറ്റിംഗ് വെക്കുന്ന സമയത്ത് നമ്മൾ മജിസ്ട്രേറ്റിന്റെ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. മജിസ്ട്രേറ്റ് വന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് റിട്ടയർഡ് എക്സിക്യൂട്ടീവ് റാങ്ക് എന്ന് റിട്ടയർഡ് ആൾക്കാർ, അതായത് കൂടുതൽ ശിരസ്താറായിരിക്കും. കോടതി, ക്രിമിനൽ കോടതിയിലെ ശിരസ്താറാണ് കൂടുതൽ ഇതിൽ പോസ്റ്റിംഗ് വരിക. പിന്നെ ADM ഒക്കെ വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റൊക്കെ റിട്ടയർഡ് ആയുള്ള ആൾക്കാരുണ്ട്, ഡെപ്യൂട്ടി തഹസിൽദാരുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നുണ്ട്, DPP ഉണ്ടല്ലോ, അവര് വന്നിട്ടുണ്ട്. അപ്പൊ അവര് ആരെങ്കിലും റിട്ടയർ ചെയ്ത ശേഷം ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റ് വന്നിട്ട് പ്യൂർ സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഹോം മിനിസ്റ്റർ ആണ് അപ്പോയിന്റ്മെന്റ് അതോറിറ്റി. എക്സിക്യൂട്ടീവ് പവർ റിട്ടയർ ചെയ്ത മജിസ്ട്രേറ്റിനെ പോസ്റ്റ് ചെയ്യുന്നത് ഹോം മിനിസ്റ്ററാണ്. അത് ഇവര് ത്രൂ CJM കോടതി വരെ ഈ നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ ഷൊർണൂർ റെയിൽവേ കോടതിയിൽ വേക്കൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം മജിസ്ട്രേറ്റ്, ഈ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് പവറുള്ളവർ കളക്ടർക്ക്, ജില്ലാ കളക്ടർക്ക് അല്ലെങ്കിൽ CJM കോടതിക്ക് അപ്ലിക്കേഷൻ അയക്കും. അവിടുന്ന് അവർ സ്ക്രൂട്ടിനൈറ്റ് ചെയ്യും. നിങ്ങളുടെ പഴയ ഹിസ്റ്ററി എല്ലാം എടുക്കും. എല്ലാവർക്കും കൊടുക്കില്ല. എല്ലാവരും നിങ്ങളുടെ ഹിസ്റ്ററി എടുത്തിട്ട് നിങ്ങളുടെ സർവീസിൽ എങ്ങനെ ഉണ്ടായിരുന്നു, കറക്റ്റർ ആണെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് അത് ജെന്യൂൻ ആണെങ്കിൽ അതൊരു സ്ക്രൂട്ടിനൈറ്റ് ചെയ്ത ശേഷം അതൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഹൈക്കോടതിക്ക് അയക്കും. ഹൈക്കോടതി ആ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒരു സ്ക്രൂട്ടിനൈറ്റ് ചെയ്തിട്ട് ഹോം മിനിസ്റ്റർക്ക് അയക്കും. ഹോം മിനിസ്റ്ററിൽ അവിടെ ആര് പൊളിറ്റിക്കലി ഹോൾഡ് ഉണ്ടോ അവർക്ക് പോസ്റ്റ്. ഈ റെയിൽവേ അവിടെ വരുന്നത്, റെയിൽവേ ഓൺലി റെയിൽവേ, സ്വാഭാവികമായിട്ടും റെയിൽവേ മാത്രമേ വരുള്ളൂ. പക്ഷെ അതിന്റെ ലോ ബുക്ക് എന്തായിരിക്കും? ലോ ബുക്ക് അതായത് സെക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ലോ ബുക്ക് പറഞ്ഞല്ല, ചില പവറുകൾ പതിച്ചു കൊടുക്കുകയാണ്. ഇവിടുന്ന് റെയിൽവേ കൂടി ബാധകമാകുന്ന റെയിൽവേ അത് സെക്ഷൻസ് ഉണ്ട്. ഈ 140, 142, 144, അതായത് അൺഓതറൈസ്ഡ് വെൻഡിങ്, കൂടുതൽ അൺഓതറൈസ്ഡ് വെൻഡിങ് ആണ് അവര്. പിന്നെ ഈ പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മൾ വിത്തൗട്ട് ടിക്കറ്റ് പിടിച്ചു, ഞാൻ പൈസ കെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവര് കോടതി പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ശിക്ഷിക്കും. അപ്പോൾ അങ്ങനെയുള്ള 137, 138, 145 അതായത് ഇൻറ്റോസിക്കേഷൻ ആൻഡ് പബ്ലിക് ന്യൂസൻസ് 145A-B, 144 പറയണത് അൺഓതറൈസ്ഡ് വെൻഡിങ്, 147 എൻട്രിങ് ടു ദ റെയിൽവേ പ്രമിസസ് വിത്തൗട്ട് അതോറിറ്റി. അങ്ങനെയുള്ള കുറെ സെക്ഷൻസ് ഉണ്ട്. ഈ സെക്ഷൻസിൻ്റെയൊക്കെ പവർ ഇവർക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മൾ റെയിൽവേ മജിസ്ട്രേറ്റിന് വീതിച്ചിരിക്കുകയാണ്. അപ്പൊ റെയിൽവേ മജിസ്ട്രേറ്റ് ഈ ഇതിന്റെ പവർ വെച്ചിട്ട് അവർ അപ് ടു 1 year വരെ പണിഷ് ചെയ്യാനുള്ള അതാണ് അവരുടെ മാക്സിമം പവർ. മാക്സിമം ഒരു ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ആൾക്ക് പരമാവധി എന്ത് കിട്ടാം? അത് ഇംപ്രിസൺമെന്റ് ആണെങ്കിൽ മാക്സിമം കൊടുക്കുന്നത് 3 months അല്ലെങ്കിൽ 5 months. ഒരു ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ 3 മാസം ഇറക്കണം. അതാണ് കൊടുക്കേണ്ടത്. പൈസ കെട്ടിയില്ലെങ്കിൽ പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വളരെ റയറ്. ഞാൻ 4 വർഷം വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 4 വർഷം ഞാൻ കോടതിയിലായിരുന്നു. ഇങ്ങനെ ടിക്കറ്റ് ഇല്ലാണ്ട് വന്നിട്ട് ഒരാൾ ഇംപ്രിസൺമെന്റിനേക്ക് അയക്കേണ്ടി വന്നിട്ടില്ല. ട്രെയിനിൽ മർഡർ നടന്നിട്ടുണ്ട്. അത്തരം കേസുകളൊക്കെ നേരിട്ട് നേരെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് IPC-ലേക്ക് ഇപ്പൊ എല്ലാം BNS-ലേക്ക് പോകും. അപ്പൊ ഇതിന് ആ ട്രെയിനിലെ ലോയ്ക്ക് സപ്പോർട്ടിംഗ് ലോ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും അവിടെ? ഇവിടെ ഇതില് ഈ ക്രൈം നടന്നത് ക്രൈം സ്പോട്ട് ട്രെയിനാണ്. അപ്പൊ അവരുടെ ഡ്യൂട്ടി റിപ്പോർട്ട് കൊടുക്കൽ മാത്രം. ഇതില് റെയിൽവേ കോടതി യാതൊരു IPC-ലേക്ക് ഇടപെടില്ല. ഇത് റെയിൽ റൂൾസ് മാത്രം. റെയിൽവേയുടെ പെറ്റി കേസസ് മാത്രമാണ് ഇതില്. വേറൊന്നും ഇവിടെ ട്രയലിന് വരില്ല. അതെല്ലാം IPC-ലേക്ക് പോകും. നേരെ അവിടുന്ന് അവര് നേരെ CJM കോടതിയിലേക്കാണ് പോകുന്നത്. അതെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു പ്രശ്നവും ഇതിലേക്ക്. ഓക്കെ. നിരന്തര യാത്രകളും ഇത്തരം കുറ്റവാളികളെയും അല്ലേ എല്ലാം കൂടെ കണ്ട് ജീവിതം ഇപ്പോ റിട്ടയർമെന്റ് ലൈഫിന്റെ ഒരു സുഖത്തിലേക്ക് മാറിയിരിക്കുകയാണ്. തീർച്ചയായും. മറ്റേ ഈ അന്നത്തെ ഒരു തിരക്കിൽ ഒഴിഞ്ഞതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ലെവലിൽ ഞാൻ ഡിവിഷൻ ഇൻചാർജ് ആയിരുന്നു. 466 ആയിരുന്നു. ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ലാസ്റ്റ് എൻ്റെ ആ പീരീഡ് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. അതൊന്ന് റിട്ടയർ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫ്രീ ആയി ജീവിക്കാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞില്ലേ, രാത്രി 12 മണി 1 മണിക്കൊക്കെ ഫോൺ കോൾ വരുമായിരുന്നു. ആ സമയത്ത് നമ്മൾ അത് ആക്ട് ചെയ്യണം. വേറെ നിവൃത്തിയില്ല. നമുക്ക് ഉറങ്ങാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. രാവിലെ 6 മണി പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്ക് ആകുമ്പോഴേക്കും ചിലപ്പോൾ ഓഫീസിലേക്ക് വരാൻ പറയും ഓഫീസർ. ഉടനെ
നമ്മൾ ചെല്ലണം. ലൈഫ് ഭയങ്കരമായിരുന്നു. പക്ഷെ ഒന്നുകൂടി പറയാം, വളരെ കുറച്ച് സമയമായിട്ട് ഈ TT ഒരു വില്ലനാണ്. ചിലപ്പോൾ യാത്രക്കാരുമായിട്ട് അടി ഉണ്ടാക്കുന്നു. അതിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ പോലീസുകാർ പബ്ലിക്കിന് ഇഷ്ടമുള്ളതാണോ? അല്ല. അതേപോലെ തന്നെ TT പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബർത്ത് കൊടുത്തുകൊണ്ടിരുന്ന പ്രശ്നമില്ല, ബർത്ത് ഇല്ല പറഞ്ഞാലും പ്രശ്നം. പക്ഷെ മെജോറിറ്റി പറയുന്നത് TTയുടെ സംസാരം ശരിയല്ല, TTയുടെ അതായത് ഞാൻ പറഞ്ഞു 4 കോച്ചാണ് ഒരു TT നോക്കണം. ഒരു 4 കോച്ച് ഒരു ദിവസം ഒരു മിനിമം ഒരു 1000 ആളുടെ അടുത്ത് ഡീലിങ്സ് ഉണ്ടാവും. അത് 1000 ആളുടെ ഡീലിങ്സ് പറഞ്ഞാൽ 1000 ആൾക്കാരുടെ ബിഹേവിയർ ഡിഫറെന്റ് ടൈപ്പ് ബിഹേവിയർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞ പക്ഷെ 1-2 വ്യക്തികളൊക്കെ ഉണ്ടാവും എല്ലാ കാറ്റഗറിയിലുള്ള പോലെ ഹാർഷായിട്ട് വീണ് മരിച്ചൊക്കെ മാനിപ്പുലേഷൻ ആയിരിക്കും കേസസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആരും ഒരു TTയും സ്വയമായിട്ട് തള്ളിയിടുകയൊന്നും ഉണ്ടാവാറില്ല. അത് അവർ കേസ് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് ആ ഒരു വഴി കൊണ്ടുപോകാനുള്ളൂ. അത് ഇവര് ചാടിയാലും TT തള്ളിയിട്ടെന്നേ പറയുള്ളൂ. അത് കാരണം എന്നാലും അവർക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. അത് കാരണം ഞാൻ സംസാരിക്കുമ്പോൾ കൂടെ എല്ലാവരും കൂടെ നിന്നിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ അറിയാത്തപ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അടുത്ത TTയെ വിളിക്കും. ഇന്നൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണൊന്നും ഇല്ല. പക്ഷെ വെസ്റ്റബിളും അല്ല, ഇന്നൊക്കെ വെസ്റ്റബിളാണല്ലോ. അന്ന് ഞാൻ ജയന്തിയിലൊക്കെ വർക്ക് ചെയ്യണ്ട, ജയന്തി ജനത പറയും, അതൊക്കെ ആ വണ്ടി മാത്രമേ വെസ്റ്റബിളുള്ളൂ, ബാക്കിയെല്ലാ വണ്ടികളും ഇല്ല. ആ ജയന്തി ജനത പിന്നീട് കേരള മംഗളയാക്കി. അങ്ങനെ ഇപ്പോൾ മംഗള ട്രെയിൻ മാത്രം ആ വഴിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന വളരെ രസകരമായ രീതിയിലാണെങ്കിലും TTയുടെ ജോലി ഇത്രയും രസകരമല്ല. എന്തായാലും ഇത്രയും സംസാരിച്ചതിന് വളരെ നന്ദി സാർ. ജയശങ്കർ സാർ. താങ്ക് യു.